മഴ തോരും മുമ്പേടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഗോവർദ്ധനനെ ആദ്യം കാണിക്കുന്നത് ഗോവർദ്ധനൻ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ നടക്കണം. അപ്പോൾ ആ സമയത്ത് സുലോചന വിളിക്കും, എവിടെയാണ് എന്ന് ചോദിക്കും. ഞാനിവിടെ ഉണ്ട് എന്നറിയാം. എവിടെ? കുളത്തൂപ്പുഴ എന്ന് പറഞ്ഞൊരു സ്ഥലത്തുണ്ടെന്ന് അറിയും. അവിടെ എന്നാ കാര്യം? ബാലേട്ടൻ്റെ കൂടെ വന്നത് 2-3 ദിവസമായാലും വീട്ടിൽ നിന്ന് ഇറങ്ങി പോന്നിട്ട് ഒരു വിവരമില്ലാണ്ട് വിളിച്ചതെന്നറിയും. ഇന്നെങ്ങാനും വരുമോ? ഒന്നും പറയാൻ പറ്റില്ല. ബാലേട്ടൻ്റെ തീരുമാനം പോലെ ഇരിക്കും. ബാലേട്ടന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല. നിങ്ങൾ വന്നാലോ? നാളെ ചെറുതിനെ സ്കൂളിൽ ചേർത്തൻ്റെ ആദ്യത്തെ ദിവസമല്ലേ? സ്കൂളിൽ പറഞ്ഞയക്കുമ്പോൾ അച്ഛനും കൂടി പോകണമെന്നാണ് അതിൻ്റെ ആഗ്രഹം എന്ന് പറയും. ഞാൻ എങ്ങനെയെങ്കിലും വരാൻ നോക്കാം സുലു എന്ന് പറയും. ആ ശരി, എന്തെങ്കിലും ചെയ് എന്ന് പറഞ്ഞ് സുലോചന ഫോൺ വയ്ക്കുന്നുണ്ട്. അപ്പം 3 ദിവസമായി വീട്ടിൽ നിന്ന് പോകുന്നതിൻ്റെ ഒരു പരിഭവം കൂടിയൊക്കെ ഉണ്ട്. അതിനുശേഷം ബാലചന്ദ്രനെയും സ്റ്റാൻലിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സ്റ്റാൻലി ബാലനോട് പറയുന്നു സോറി എന്ന് പറയും. എന്തിനു മിസ്റ്റർ നിങ്ങൾ എന്നോട് സോറി പറയുന്നതെന്ന് ചോദിക്കും. അല്ല, നിങ്ങൾ വൈജയന്തിൻ്റെ ഭർത്താവെന്ന് അറിയാണ്ടാണ് ഞാൻ അങ്ങനെ സംസാരിച്ചത്. ഓ, അത് സാരില്ല. നിങ്ങൾ അങ്ങനെ സംസാരിച്ചതിൽ നിങ്ങൾ സോറി പറയേണ്ട കാര്യമില്ല. ഞാൻ വൈജയന്തിയുടെ ഭർത്താവായതിൽ നിങ്ങൾ എന്തിനാ സോറി പറയണത്? ഞാൻ പറഞ്ഞല്ലോ, ഞാൻ അവളുടെ ഭർത്താവായതിൽ എനിക്കും ഇപ്പോൾ ഖേദമുണ്ടെന്ന് പറയും. അങ്ങനെ ഇനി എന്താ ശരിക്കും പറഞ്ഞാൽ ഇനി ഈ വിഷയം നമുക്കിവിടെ സംസാരിക്കേണ്ട. ഒന്നാമത്തെ കാര്യം 23 കൊല്ലത്തിന് മുന്നത്തെ കാര്യമാണ്. രണ്ടാമത്തെ കാര്യം നമ്മളിങ്ങനെ സംസാരിച്ചില്ല, അർത്ഥമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എത്തില്ല. എന്തായാലും പറയാനുള്ളത് പറഞ്ഞു. നിങ്ങളിത് പറയാൻ ഇങ്ങോട്ട് വരിക പോലും ചെയ്യരുതായിരുന്നു പറയും. മിസ്റ്റർ, ഞാൻ വന്നത് മറ്റൊരാവശ്യത്തിനാണ്, പറഞ്ഞു കഴിഞ്ഞിട്ടില്ല. രണ്ടാമത്തെ കാര്യം, ഒരു ഭർത്താവും ലോകത്ത് ഭാര്യയുടെ കാമുകനെ കാണാൻ ആഗ്രഹിക്കില്ല എന്ന് പറയും. അതാ പറഞ്ഞത്, നമ്മൾക്ക് ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കാം മിസ്റ്റർ ബാലൻ. നിങ്ങൾക്ക് പോകാമെന്ന് പറയും. ആയിട്ടില്ലല്ലോ സ്റ്റാൻലി ജോസഫ് എന്ന് പറയും. അന്ന് നിങ്ങൾ വൈജയന്തിക്ക് കൊടുത്ത ഒരു സമ്മാനമുണ്ട്, ഒരു പെൺകുഞ്ഞ്. 23 വർഷമായിട്ട് അത് ജീവിച്ചിരിപ്പുണ്ടെന്ന് പറയും. അത് കേട്ടോടുകൂടി സ്റ്റാൻലി ആകെ തകർന്നു പോകണം. ഞെട്ടി ബാലചന്ദ്രനെ നോക്കണം. മിസ്റ്റർ, നിങ്ങൾക്കറിയാലോ അവളുടെ ആങ്ങളമാരെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ വൈജയന്തി പൂർണ്ണ ഗർഭിണിയായിരുന്നു എന്നറിയാലോ. ആ കുഞ്ഞിനെ നശിപ്പിക്കാനും അവർക്ക് കഴിയില്ല. ആ സമയവും കഴിഞ്ഞു പോയി. അതുപോലെ തന്നെ ആ കുഞ്ഞിനെ അവൾക്ക് പ്രസവിക്കാതെ വേറെ നിവൃത്തിയില്ല എന്നും നിങ്ങൾക്കറിയാലോ എന്ന് ചോദിക്കും. മിസ്റ്റർ ബാലൻ, 23 വർഷങ്ങൾക്ക് ശേഷം നമ്മുടെ നാട്ടിൽ എന്തൊക്കെ സംഭവിച്ചു? വെള്ളപ്പൊക്കം, സുനാമി, പാലങ്ങൾ വന്നു, കെട്ടിടങ്ങൾ വന്നു, അങ്ങനെ എന്തെല്ലാം വന്നു എന്ന് പറയും. അതൊക്കെ ശരി തന്നെയാണ്. ആ കൂട്ടത്തിൽ ഇതും ഉണ്ടെന്ന് പറയും. അത് നിങ്ങൾ വിശ്വസിക്കണം എന്ന് പറയും. ഞാൻ എന്ത് വേണമെന്നാണ് പറയുന്നത്? അതെൻ്റെ വിഷയമല്ലേ ബാലചന്ദ്രൻ. അത് അവർ നോക്കേണ്ടതല്ലേ? എൻ്റെ കയ്യിൽ നിന്ന് അവളെ പിടിച്ചുകൊണ്ട് പോയതല്ലേ? അപ്പോൾ അവർ നോക്കണം. അല്ല മിസ്റ്റർ, കഴിഞ്ഞ 23 വർഷമായിട്ട് ആ പെൺകുട്ടി അനാഥത്തിലാണെന്ന് പറയും. അനാഥാലയത്തിൽ ഒരു നേരത്തെ ഭക്ഷണത്തിനോ വസ്ത്രത്തിനോ ബുദ്ധിമുട്ടി കഴിയുന്നു. നിങ്ങൾ ആരെങ്കിലും ഇതൊക്കെ അറിയുന്നുണ്ടായിരുന്നോ സ്റ്റാൻലി ജോസഫ് എന്ന് ചോദിക്കും. അപ്പോൾ അയാളൊന്നും മിണ്ടില്ല. വൈജയന്തിക്ക് അറിയോ? അല്ല, അപ്പം പറയും ആ കുഞ്ഞിൻ്റെ പേരാണ് അലീന എന്ന് പറയും. അത് കേട്ടോടുകൂടി ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, ഒരു പട്ടിയെ സ്നേഹിക്കുന്നൊരു മോൾ എനിക്കുണ്ടെന്ന്, അതാണ് അലീന എന്ന് പറയും. അപ്പോൾ പട്ടീനെ സ്നേഹിക്കുമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ആൾക്ക് മനസ്സിലായി അത് തൻ്റെ സ്വന്തം കുഞ്ഞ് തന്നെയാണെന്ന്. ഇയാൾ പറയുന്നത് തൻ്റെ മകളുടെ കാര്യം തന്നെയാണെന്ന് സ്റ്റാൻലി വിശ്വസിച്ചു. അങ്ങനെ പറയും. അങ്ങനെ അയാൾ അങ്ങനെ പറഞ്ഞപ്പോൾ സ്റ്റാൻലിക്ക് ഭയങ്കര വിഷമമാണ്. അലീനയ്ക്ക് അറിയോ വൈജയന്തിന് അവളുടെ അമ്മാന്ന്? അറിയാം. വൈജയന്തിക്ക് അറിയോ അലീന മോളാണെന്ന്? ഇല്ല. അത് നിങ്ങൾ പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ എന്ന് പറയും. അത് പറഞ്ഞാൽ പ്രശ്നങ്ങൾ തീരില്ലല്ലോ മിസ്റ്റർ. അത് പറഞ്ഞാൽ പിന്നെ ബാക്കിയുള്ള 3 മക്കൾക്കും അമ്മയുണ്ടാവില്ല എന്ന് പറയും. അപ്പോൾ അയാൾക്ക് വീണ്ടും മനസ്സിലായി കാര്യത്തിൻ്റെ ഗൗരവം. ഞാൻ എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയണേന്ന് ചോദിക്കും. അതിനിടയ്ക്ക് വീണ്ടും ഗോവർദ്ധനെ കാണിക്കും. ഗോവർദ്ധനും കപ്പും കൊണ്ട് ഇങ്ങനെ നടക്കണ്. അപ്പോൾ ആ ജോലിക്കാരൻ കുളത്തിലെ പായലൊക്കെ പറക്കണ്. അതെ, ഒരു സഹായം ചെയ്യുമെന്ന് ചോദിക്കും. എന്താന്ന് ചോദിക്കും. അവിടെ ചെന്ന് ആ ഇരിക്കുന്ന എൻ്റെ അളിയനോട് എപ്പോൾ ഇറങ്ങാൻ പറ്റുന്നെങ്കിലും ഒന്ന് ചോദിക്കുമെന്ന് ചോദിക്കും. ആ വർത്താനം പറഞ്ഞതിൻ്റെ ഇടയിലേക്ക് ഞാൻ പോകാനോ? നല്ല കാര്യമായി, ഞാൻ പോകൂല, എനിക്ക് പേടിന് എന്നറിയും. ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി, സന്ദർഭം കിട്ടണേ ചോദിക്കാം. എന്താ കാര്യം? അതെ, ഇനിയിപ്പോൾ ഇന്ന് ഇവിടുന്ന് രാത്രി ഈ നേരമായിട്ട് ഇറങ്ങാൻ നിലയ്ക്ക്
രാത്രിയായാൽ പിന്നെയും വണ്ടി ഓടിച്ച് പോകാൻ പറ്റില്ല. നല്ലോണം ഒന്ന് ഉറങ്ങണം. ഇനിയും റൂം എടുക്കേണ്ടി വരുവേ. അപ്പോൾ അതിനനുസരിച്ച് കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനെന്ന് പറഞ്ഞ് ഒന്ന് ശ്രമിക്കാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ എന്ന് പറയും. ശേഷം വീണ്ടും കാണിക്കുന്നു ബാലചന്ദ്രനെ. അപ്പോൾ ബാലചന്ദ്രനോട് ചോദിക്കുന്നു സ്റ്റാൻലി, അവൾക്ക് വേണ്ടതെല്ലാം ഞാൻ ചെയ്യാം. അവളുടെ പേരിൽ ഒരുപാട് പണം ഡെപ്പോസിറ്റ് ചെയ്യാം. അവൾക്കൊരു വീട് എടുത്ത് കൊടുക്കാം. അവൾക്കൊരു ജോലി സംഘടിപ്പിച്ചു കൊടുക്കാം. അതുപോരേന്ന് വയ്ക്കും. പോരല്ലോ മിസ്റ്റർ സ്റ്റാൻലി ജോസഫ്, ഇതൊക്കെ എന്നെക്കൊണ്ട് സാധിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയും. പിന്നെ ഞാൻ എന്ത് വേണമെന്നാണ് നിങ്ങൾ പറയുന്നതെന്ന് ചോദിക്കും. എനിക്കറിയാം നിങ്ങൾക്ക് പെട്ടെന്നൊന്നും തീരുമാനിക്കാൻ പറ്റില്ല. ഭാര്യ, മക്കൾ, ബന്ധുക്കൾ, സ്വന്തക്കാർ എല്ലാവരുടെ മുന്നിൽ നിങ്ങൾ നാണം കെടും. നിങ്ങളുടെ മുഖം മൂടി അഴിഞ്ഞു വീഴും. വിവാഹത്തിന് മുന്നേ നിങ്ങൾക്കൊരു പെൺകുഞ്ഞ് ജനിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും സമ്മതിക്കില്ല. പക്ഷെ ഇതെല്ലാം ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ അനുഭവിച്ചതല്ലേ മിസ്റ്റർ എന്ന് പറയും. അപ്പോൾ ബാലചന്ദ്രൻ്റെ നിസ്സഹായ അവസ്ഥ സ്റ്റാൻലി മനസ്സിലാക്കണം. സ്റ്റാൻലിക്ക് അതിൽ വിഷമമുണ്ട്. ധൃതിയൊന്നുമില്ല. ബാലചന്ദ്രൻ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കും. എന്നിട്ട് പറയും, ഒരു ധൃതിയുമില്ല, നല്ലോണം ആലോചിച്ച് പതുക്കനെ തീരുമാനിച്ചാൽ മതി. പക്ഷേ ഞാൻ എൻ്റെ മകളല്ലാതിരുന്നിട്ട് പോലും ഞാൻ അവളെ നോക്കിയതിനേക്കാളും അന്തസ്സോടുകൂടി നിങ്ങൾ നോക്കാറായിരിക്കണം. അവൾ ഇവിടെ വരുമ്പോൾ അവളുടെ അച്ഛനാണ് നിങ്ങളെന്ന് അറിയണം. അതുപോലെ തന്നെ മറ്റുള്ളവരും അറിയണം. അതെനിക്ക് നിർബന്ധമാണ്. ഞാൻ അവളെ എങ്ങനെയാണോ നോക്കിയത് അതിനേക്കാളും 100% സത്യസന്ധതയോടെ നോക്കണം. ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ മകളല്ലാതിരുന്നിട്ടും അവളെന്നെ അച്ഛാന്നാണ് വിളിക്കുന്നത്. ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അവൾ എന്നെയും അതിനേക്കാൾ ഇരട്ടിയായിട്ട് നിങ്ങൾ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയൊക്കെ വേണം. നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങളെല്ലാവരോടും പറഞ്ഞ് ആലോചിച്ചിട്ടൊരു തീരുമാനം എടുത്താൽ മതി. പെട്ടെന്ന് നിങ്ങളെ കൊണ്ട് അത് സാധിക്കില്ല എന്നുള്ള കാര്യം എനിക്കറിയാമെന്ന് പറയും. എന്നിട്ട് ബാലചന്ദ്രൻ ഒരു വിസിറ്റിംഗ് കാർഡ് ടേബിളിൽ ഇട്ടിട്ട് നേരെ നടന്നു പോകും. അതിന് ശേഷം പിന്നെ കാണിക്കുന്നത് ആ ജോലിക്കാരൻ വന്ന് ഗോവർദ്ധനോട് പറയുന്നത്, നിങ്ങളുടെ കൂടെ വന്ന ആളെന്തോ പറഞ്ഞതിന് ശേഷം വാലുമ തീ പിടിച്ച പോലെയാണ് സാറിന്. ഭയങ്കര ദേഷ്യവും ടെൻഷനും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് പ്രമോ ഭാഗമാണ്. ബാലചന്ദ്രനും ഗോവർദ്ധനും ഒരു റൂം എടുത്തിട്ടുണ്ട്. അപ്പോൾ കഥ പറയുന്നു അലീന ആരെന്നുള്ള കാര്യവും വൈജയന്തിനെ ഇവിടുന്ന് പിടിച്ചുണ്ടെന്നതും അന്ന് അവൾ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആ കുഞ്ഞാണ് അലീന എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മുടെ ഗോവർദ്ധന് ഭയങ്കര സങ്കടവും അതുപോലെ തന്നെ ഒരു ഞെട്ടലൊക്കെയാണ്. കാരണം അലീനനെ കാണുമ്പോൾ പാവം തോന്നും. ഇത്രയധികം ദുരിതങ്ങൾ സ്വന്തം അമ്മയിൽ നിന്നല്ലേ അനുഭവിച്ചത് എന്നാലോചിച്ചപ്പോൾ. പിന്നെ അതിന് ശേഷം എത്തുമ്പോൾ അലീന ഇങ്ങനെ വാതിലിൻ്റെ അടുത്തേക്ക് ഇങ്ങനെ വരുമ്പോൾ ബാലചന്ദ്രൻ അല്ല ഗോവർദ്ധനൻ നല്ല ഒരു സത്യം പറഞ്ഞാൽ ആർക്കും വിഷമാവുന്ന രീതിയിൽ ഗോവർദ്ധനൻ ഇങ്ങനെ സങ്കടത്തോടെ നോക്കണം അലീനനെ. പാവം കുട്ടി എന്നുള്ള അർത്ഥത്തിൽ. അലീനയ്ക്ക് ഇതൊന്നും മനസ്സിലാവണില്ല. എന്തുകൊണ്ടാണ് ഗോവർദ്ധൻ ഇങ്ങനെ സഹതാപത്തോടെ നോക്കണേന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടാണ് പ്രമോയുടെ അവസാന ഭാഗം